ഡൽഹി കലാപ ഗൂഢാലോചന കേസിൽ പ്രതികളുടെ ജാമ്യാപേക്ഷ തിങ്കളാഴ്ച പരിഗണിക്കും. ഉമർ ഖാലിദ് അടക്കമുള്ളവരുടെ ജാമ്യാപേക്ഷയിലാണ് സുപ്രീം കോടതി വിധി പറയുക. വിവരങ്ങളുമായി എസ് നന്ദഗോപൻ ചേർന്നു ഡൽഹിയിൽ നിന്നും. നന്ദഗോപൻ, ഡൽഹി കലാപ ഗൂഢാലോചന കേസിൽ പ്രതികളുടെ ജാമ്യാപേക്ഷ തിങ്കളാഴ്ച പരിഗണിക്കും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഉമർ ഖാലിദ് അടക്കമുള്ളവരുടെ ജാമ്യാപേക്ഷയിലാണ് സുപ്രീം കോടതി വിധി പറയുക. മറ്റെന്തൊക്കെയാണ് വിവരങ്ങൾ നൽകാനുള്ളത്? പ്രതിയും ഒപ്പം തന്നെ തീവ്ര ഇസ്ലാമിസ്റ്റുമായ ഉമർ ഖാലിദിന്റെ ജാമ്യാപേക്ഷ തിങ്കളാഴ്ച സുപ്രീം കോടതി പരിഗണിക്കുന്നു. ഉമർ ഖാലിദിനെ കൂടാതെ മറ്റ് കൂട്ടുപ്രതികളുടെ ജാമ്യവും തിങ്കളാഴ്ച തന്നെ സുപ്രീം കോടതി പരിഗണിക്കും. നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട വാദപ്രതിവാദങ്ങളിൽ കേസ് അന്വേഷിച്ച ഡൽഹി പോലീസ് ഈ ജാമ്യാപേക്ഷയെ കൃത്യമായി എതിർക്കുകയായിരുന്നു. ഉമർ ഖാലിദിനെ പുറത്തുവിടുന്നത് അത് അന്വേഷണത്തെ പ്രതികൂലമായി ബാധിക്കും, തെളിവുകളടക്കം നശിപ്പിക്കുവാൻ വേണ്ടി ഈ ജാമ്യം ഉപകരിക്കും, അല്ലെങ്കിൽ അതിനുവേണ്ടി വിനിയോഗിക്കുമെന്നുള്ളതായിരുന്നു പ്രധാനമായും ഡൽഹി പോലീസ് ചൂണ്ടിക്കാണിച്ചത്. നേരത്തെ കഴിഞ്ഞ 5 വർഷമായി ഉമർ ഖാലിദിന്റെ ജാമ്യവുമായി ബന്ധപ്പെട്ട വാദപ്രതിവാദങ്ങളും മറ്റും വിവിധ കോടതികളിലും പിന്നീട് അത് സുപ്രീം കോടതിയിലേക്ക് എത്തുന്ന സാഹചര്യവും ഉണ്ടായിരുന്നു. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് നാളെ തിങ്കളാഴ്ച തന്നെ ഇതുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്നും ഒരു വിധി ഉണ്ടാകുമെന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. നേരത്തെ ഉമർ ഖാലിദിന്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ടൊക്കെ വലിയ പ്രതിഷേധങ്ങളും മറ്റും ഉയർന്നിരുന്നു. കഴിഞ്ഞ ദിവസം ഉമർ ഖാലിദിന് കൂടുതൽ പേർ പിന്തുണയുമായി രംഗത്തെത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പൊളിറ്റിക്കലി ഇതൊരു വിവാദമായ സംഭവമാണ്. സ്വാഭാവികമായും നാളത്തെ തിങ്കളാഴ്ചത്തെ ഈ വിധി ന്യായത്തിൽ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോൾ സുപ്രീം കോടതി ഈ ഉമർ ഖാലിദിന് ജാമ്യം നൽകുമോ ഇല്ലയോ എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടതാണ്.